അപ്പോൾ ഇന്ന് ഞാൻ iPhone 14 Pro Max വാങ്ങാൻ വേണ്ടി ഇവിടെ ലിഫി വാലി എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ 9 മണിയായി. ഇപ്പോൾ ഇനി രാവിലെ 10 മണിക്കാണ് ഇവരുടെ ഷോറൂം ഓപ്പൺ ആക്കുന്നത് iConnectൻ്റെ. അപ്പോൾ എനിവേ അവിടെ എന്തായാലും ക്യൂ കാണും. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ ഈ 1 മണിക്കൂർ മുമ്പേ വന്നത്. അപ്പോൾ കിട്ടുമോ കിട്ടത്തില്ലൊന്നും ഉറപ്പില്ല. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ഇനി നോക്കണം. ഇപ്പം ഇനി ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം തന്നെ മാളിലേക്ക് നടക്കുക. സൈഡിലെന്തോ പണിയൊക്കെ നടക്കുക. അതിൻ്റെ ഈ ഗ്രില്ലും അതുപോലൊക്കെ ഈ സാധനമൊക്കെ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു ഈ ലിഫി വാലി തന്നെ ഈ iConnecറ്റിൽ ഫോൺ വന്നോന്നറിയാൻ. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇന്ന് ഫ്രൈഡേ, ഇന്ന് കുറച്ച് ഫോണുകൾ വരും. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്ന കുറച്ച് പേർക്ക് മാത്രം അത് കിട്ടും. അങ്ങനെ പറഞ്ഞത്. ഇതിപ്പോൾ തന്നെ ഇവിടെ ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. രാവിലെ ഇപ്പോൾ 9 മണി ആയതേ ഉള്ളല്ലോ. ഞാൻ 9 മണിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വന്നേന്ന്. ഇവിടെ ആൾക്കാർ ഓൾറെഡി ഇവിടെ ക്യൂ ആണ്. ഞാനിപ്പോൾ 7ാമതാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ പുറകെ 2 പേരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ 9:15 ഏകദേശം. ഇനി വെയിറ്റ് ചെയ്യുക. ഇനി 10 മണിക്ക് ഒരു ഷോപ്പ് തുറക്കും. 9:30 ആയപ്പോഴേ ക്യൂവിൻ്റെ നീളം കൂടിക്കൂടി വരാണ്. എൻ്റെ മുൻപിൽ 7 പേരുണ്ട്. ഇവർ ഓരോരുത്തർ 2 ഫോണൊക്കെ വീതം മേടിക്കാനാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് കിട്ടുമോ ഇല്ലൊന്നും അറിയത്തില്ല. എന്തായാലും നിൽക്കുക. ഞാൻ വിചാരിച്ച തലേന്ന് ഫോൺ വന്ന് സ്റ്റോക്ക് ഇരിപ്പുണ്ട്, എന്നിട്ട് അവർ തരുവാന്നല്ല. ഇതുണ്ടോ, ഇത് അവർ ഫോൺ ഇപ്പോഴാണ് വന്നത്. 10 മണിയായപ്പോൾ ഫോൺ വന്നു. അവരകത്ത് കയറ്റി. എന്നിട്ട് അവർ രാത്രി 5 പേരെ കയറ്റി. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫോൺ എടുത്ത് ബില്ല് ചെയ്ത് അവർ പുറത്ത് പോയ ശേഷം മാത്രമേ അടുത്ത ആൾക്കാരെ കയറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നല്ല ടെൻഷനുണ്ട്. സാധനം കിട്ടുമോ ഇല്ലയോ എന്ന് ആദ്യം നല്ല ടെൻഷനുണ്ട്. അങ്ങനെ അതിനകത്ത് കയറി. അപ്പോൾ നമുക്ക് ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കിട്ടി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫോൺ മേടിച്ച് ബില്ല് ചെയ്ത ശേഷം നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് iPhone 14 Pro Max കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പം നമുക്ക് iPhone 14 Pro Max അൺബോക്സ് ചെയ്യാം. ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾ കണ്ടില്ലായിരുന്നോ, ഐഫോണിൻ്റെ കൂടെ വാങ്ങിയത് ഇത് ഫോണ്, പിന്നെ ഇത് നമ്മുടെ സ്ക്രീൻ ഗാർഡ് മേടിച്ചതാണ്. അതവർ ഒട്ടിച്ചില്ല. നമുക്കിവിടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടിക്കാമെന്ന് വെച്ചു. പിന്നെ ഇത് ബാക്ക് കവർ. ഫോണിന് ഏകദേശം 1619 യൂറോ ആയി. നാട്ടിലെ ഏകദേശം 1,30,000 രൂപ. സ്ക്രീൻ ഗാർഡിന് അത്യാവശ്യം പൈസയുണ്ട്. സ്ക്രീൻ ഗാർഡിന് കണ്ടില്ലേ 40 യൂറോ ആയി. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ മേടിച്ചത് 256 GB ആണ്. അങ്ങനെ നമ്മുടെ iPhone 14 Pro Max പുതിയ കളർ ഡീപ്പ് പർപ്പിൾ. ഇതിൻ്റെ കൂടെ എനിക്ക് ഈ അൺബോക്സ് ചെയ്തൊന്നും പരിചയമില്ല. എനിക്ക് ഫോണിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. ഇതൊരു കേബിളുണ്ട് ഇതിൻ്റെ കൂടെ, ഫോണിൻ്റെ കൂടെ. അല്ലാതെ ഇതിന് സാധാ ഇതുപോലെ ഫോണ് സിമ്മ് ഓപ്പൺ ചെയ്യുന്നൊരു സാധനവും അവരുടെ സ്റ്റിക്കറും അവരുടെ മാനുവലും ഒക്കെ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും അവർ തന്നിട്ടില്ല. കേബിളൊന്നും അഡാപ്റ്ററൊന്നും ഇല്ല. അവർ 13-നും 12-നും ഒന്നും അഡാപ്റ്റർ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ 14 Pro Max ഇപ്പോൾ ഓണാക്കാം. ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതാണ് ഞാൻ വെളിയിൽ നിന്ന് എടുത്തത്.
ലാംഗ്വേജ് ഇംഗ്ലീഷ് എടുത്തു. സ്ഥലം അയർലൻഡ്. അയർലൻഡ്. ഇനി വൈഫൈ കണക്ഷൻ വേണം. ഞാൻ ഇതിൻ്റെ എന്തായാലും വീഡിയോയുടെ ഫോട്ടോയുടെ ക്ലാരിറ്റിയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇത് കളർ ഉണ്ടല്ലേ, പർപ്പിൾ കളറാണിത്. ഇതാ പർപ്പിൾ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ കളറ്. പിന്നെ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഞാൻ എൻ്റെ 12 Pro ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 12 Pro Max അല്ല, ഇത് 13 Pro ഉണ്ടായിരുന്നു, 13 Pro Max ഉണ്ടായിരുന്നു. അത് കൊടുത്തിട്ടായിരുന്നു എടുത്തത്. എനിക്കിത് രണ്ടും കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ക്യാമറ കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക്. അല്ലാതെ എൻ്റെ ഇതല്ലേ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഇത്. അല്ലാതെ ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. ഇത് ക്യാമറയിൽ 1x എടുത്ത ഫോട്ടോയാണ്. ഇത് ക്യാമറയിൽ പോർട്രേറ്റിൽ എടുത്ത ഫോട്ടോയാണ്. ഇത് സാധാ വീഡിയോ 1x 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്ത വീഡിയോ ആണ്. അത്യാവശ്യം വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇത് സിനിമാറ്റിക് മോഡിൽ 1x 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്ത വീഡിയോ ആണ്. ഇതും സാധാ വീഡിയോ തന്നെ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തതാണ് 1x. ഇത് 2x എടുത്ത വീഡിയോ ആണ്. ഇത് 3x. ഡെയിലി കണ്ടില്ല, ഇനി നൈറ്റിലെ കാണും. ഇത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് എടുത്ത വീഡിയോ ആണ്, സാധാ വീഡിയോ. നൈറ്റിലെ ക്യാമറ അത്യാവശ്യം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇത് സാധാ വീഡിയോ തന്നെ 1x എടുത്തതാണ് ഞാനിപ്പോൾ. ഇത് ഞാനിപ്പോൾ സിനിമാറ്റിക് മോഡിലും കാണിച്ചു തരാം ഇതിലൂടെ തന്നെ. ഇത് സിനിമാറ്റിക് മോഡിൻ്റെ 1x എടുത്തതാണ്. 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്ത വീഡിയോ ആണിത്. വീഡിയോ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് സിനിമാറ്റിക് മോഡിലെടുത്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.